പ്രിയ സുഹൃത്തുക്കളെ, ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് LDFനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ട് വളരെയധികം പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ സത്യം എന്താണെന്നുള്ളത് നമുക്ക് ജെമിനിയോട് ചോദിക്കാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള വാദങ്ങളും അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയും താഴെ പറയുന്നവയാണ്. പ്രധാന ആരോപണങ്ങൾ: പ്രതിപക്ഷ നേതാക്കളായ VD സതീശൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ് MP എന്നിവരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ രംഗത്തെത്തിയത്. അവരുടെ പ്രധാന വാദങ്ങൾ ഇവയാണ്. അന്വേഷണത്തിൽ ഇടപെടുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സൈറ്റ് പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിവിട്ട് ഇടപെടുന്നുവെന്നും അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ മേൽ സമ്മർദ്ദം: മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് VD സതീശൻ ആരോപിച്ചിരുന്നു. രാഷ്ട്രീയ ബന്ധം: കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമാണ്. ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് മറ്റൊരു പ്രധാന ആരോപണം. മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും വിശദീകരണം: മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ആരോപണങ്ങളെല്ലാം ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. കോടതി മേൽനോട്ടം: അന്വേഷണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അതിനാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ ഇതിൽ ഇടപെടാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആരെയും സംരക്ഷിക്കില്ല: ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന ആരെയും CPM സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ഡിസംബറിൽ വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷത്തിന് മറുപടി: പ്രതിപക്ഷ നേതാക്കൾക്ക് മറുപടിയില്ലാത്തപ്പോഴാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേസിൽ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വർണം വാങ്ങിയ ജ്വല്ലറി ഉടമയും കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ മുഖ്യമന്ത്രി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. നിലവിലെ അവസ്ഥ: കേസിൽ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം സൈറ്റ് അന്വേഷണം തുടരുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, മുൻ തിരുവാഭരണം കമ്മീഷണർ തന്ത്രി കണ്ഠര്, രാജീവര് തുടങ്ങിയവരിലേക്ക് അന്വേഷണം എത്തുകയും ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. CBIക്ക് വിടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇപ്പോൾ പ്രസക്തമല്ലെന്നും നിലവിലെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നുമാണ് സർക്കാർ നിലപാട്. ചുരുക്കത്തിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതിനാൽ ഇടപെടലുകളില്ലെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഈ കേസിലെ പുതിയ അറസ്റ്റുകളെക്കുറിച്ചോ അന്വേഷണ റിപ്പോർട്ടിലെ മറ്റ് കണ്ടെത്തലുകളെക്കുറിച്ചോ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ? തന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങേര് നിരപരാധിയാണെന്ന് പറയുന്നുണ്ട്. അതിൽ വല്ല സത്യമുണ്ടോ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര്, രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം സിറ്റി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2026 ജനുവരി 9-ന്. ഈ സംഭവത്തിലെ പ്രധാന വശങ്ങൾ താഴെ പറയുന്നവയാണ്. തന്ത്രിക്കെതിരെയുള്ള പ്രധാന ആരോപണങ്ങൾ: അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യപ്രതിയുമായുള്ള ബന്ധം: 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചതും ഉദ്യോഗസ്ഥർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും തന്ത്രിയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഇവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നതായി ഫോൺ രേഖകളും വ്യക്തമാക്കുന്നു. ആചാരലംഘനം: സ്വർണ്ണപ്പാളികൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്ന ദേവസ്വം മാനുവൽ ലംഘിച്ച് അവ പുറത്തേക്ക് കൊണ്ടുപോകാൻ തന്ത്രി അനുമതി നൽകിയെന്നാണ് കണ്ടത്. മൗനാനുവാദം: 2019 സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുവന്നപ്പോൾ അവയിൽ കൃത്രിമം നടന്നത് തന്ത്രിയുടെ സാന്നിധ്യത്തിലാണെന്നും ഇത് അറിഞ്ഞിട്ടും അദ്ദേഹം അധികൃതരെ അറിയിച്ചില്ലെന്നും ആരോപിക്കുന്നു. തന്ത്രിയുടെ വാദം: നിരപരാധിത്വം. താൻ നിരപരാധിയാണെന്നാണ് കണ്ഠരര്, രാജീവര് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാന വാദങ്ങൾ ഇവയാണ്. അറ്റകുറ്റപ്പണിക്ക് മാത്രം അനുമതി: ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും ശ്രീകോവിൽ വാതിലിലെയും സ്വർണ്ണപ്പാളികളുടെ നിറം മങ്ങിയതിനാൽ അവ ശുദ്ധീകരിക്കാനും അറ്റകുറ്റപ്പണി നടത്താനും മാത്രമാണ് താൻ അനുമതി നൽകിയത്. നടപടിക്രമങ്ങൾ പാലിച്ചു: ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അനുമതി നൽകിയതെന്നും താന്ത്രിക വിധികൾ ലംഘിച്ചിട്ടില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഗൂഢാലോചന: തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്നും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നുണ്ട്. നിലവിലെ അവസ്ഥ: കോടതി തന്ത്രിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കേസിൽ തന്ത്രി 13-ാം പ്രതിയാണ്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11 ആയി. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം PMLA എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ED ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചുരുക്കത്തിൽ, അന്വേഷണ സംഘം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് അവകാശപ്പെടുമ്പോൾ തന്ത്രിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം നിരപരാധിയാണെന്നും വാദിക്കുന്നു. വരും ദിവസങ്ങളിൽ കോടതിയിലെ വിചാരണയിലൂടെ മാത്രമേ ഇതിൽ കൂടുതൽ വ്യക്തത ലഭിക്കൂ. ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ മുഖ്യമന്ത്രിക്ക് വല്ല പങ്കുണ്ടാകുമോ?
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ ഓഫീസോ നേരിട്ട് സ്വർണം കടത്തിയതായി അന്വേഷണ സംഘം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ പ്രതിപക്ഷം ചില ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. അവ താഴെ പറയുന്നവയാണ്. പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണങ്ങൾ: അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം. ഇത് ആരോപണങ്ങളൊന്നും വലിയ കാര്യമില്ല, വലിയ കിഴമ്പില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അല്പം കോമൺ സെൻസ് ഉള്ളവർ ചിന്തിക്കുക. ഒന്നാമത്തത്, ഇത് കോടതിയാണ് നേരിട്ട് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത്. IPS പോലുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെയാണ് ഇത് അന്വേഷിക്കുന്നത്. ഇപ്പം അതിൻ്റെ പുറമെ ഇനി ED വന്നിട്ടുണ്ട്. പിന്നെ വെറുതെ കയറിയിട്ടൊന്നും ഒരു ശബരിമലയത്തെ തന്ത്രിയെയും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയില്ല ഇത് എത്ര വലിയ ആഭ്യന്തര പ്രശ്നമാകുന്നുള്ളത്. അപ്പോൾ അത് അറസ്റ്റ് ചെയ്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ അറിയാമല്ലോ. ഈ പോറ്റിയും ഈ തന്ത്രിയും പട നല്ല സുഹൃത്ത് ബന്ധമാണ്, അയാളാണ് ഇയാളെ കൊണ്ടുവന്നെന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ രാഹുൽ ഈശ്വർ എന്തുകൊണ്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ ഒരു തന്ത്രി കുടുംബത്തിൽ പിറന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തന്ത്രി ഒരു മോസ്റ്റ് എന്നുള്ള ലെവലിൽ വരുമ്പോൾ ഈ തന്ത്രിമാർക്ക് മൊത്തത്തിലൊരു അപമാനമാണ്, ഇല്ലേ? അതങ്ങനെയാണല്ലോ, ഒരു സമൂഹത്തിൽ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ബാധിക്കുന്ന രീതിയിലാണുള്ള കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഇതിനെ എങ്ങനെയെങ്കിലും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് ഇതിൻ്റെ മൊത്തത്തിൽ കാര്യം. ഇപ്പോൾ കേരള സർക്കാർ, നമ്മൾ പിണറായി LDF അതൊക്കെ വിടും, കേരള സർക്കാർ, കേരള ഗവൺമെൻറ്, കേരള പോലീസ് അന്വേഷിക്കുന്ന ഒരു വലിയൊരു ഇഷ്യൂസാണ് ഈ ഒരു സംഭവം. അതിൽ ആർക്ക് കയറിയിട്ടുണ്ടോ അത്ര പെട്ടെന്നൊന്നും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഒന്നാമത് ഇപ്പുറത്തെ BJP വലിയ രീതിയിൽ ഇത് കച്ചിത്തുരുമ്പായിട്ട് അവർ പിടിച്ചു നിൽക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കേരള സർക്കാർ കൈകാര്യം ചെയ്യുന്നത്. ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റൂല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കമൻറ്റിൽ പറയുക തന്ത്രി നിരപരാധിയാണോ ഇല്ലയോ എന്ന്. അങ്ങേര് പറയുന്നത് എന്നെ കൊടുക്കാൻ ശ്രമിച്ചതാണെന്ന്. ഇപ്പം നിങ്ങൾ ജെമിനി പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് സത്യസന്ധമായിട്ട് തന്നെ കമൻറ്റിലൂടെ പറയുക.